Creative Chitti is a different kind of calculator. It has the following buttons. ഇതാണ് ക്രിയേറ്റീവ് ചിട്ടി എന്ന് പറയുന്ന കാൽക്കുലേറ്റർ. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ബട്ടൺ ഉണ്ട്. എന്തൊക്കെയുണ്ട്? 1, 10, 100, 1000, 10,000, 1 lakh, 10 lakh. ഇത്രയും ബട്ടൺസ് ഇതിനകത്തുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ഓൾവേസ് ഹാസ് എ മൾട്ടിപ്പിൾ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ടു ഗെറ്റ് ദ നമ്പർ 321 ഇറ്റ് പ്രസസ് 10 30 times and 1 once. അതായത് 321 കിട്ടണമെങ്കിൽ 10ന്റെ ബട്ടൺ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 10ന്റെ ബട്ടൺ 32 ടൈംസ് പ്രസ് ചെയ്യണം. 32 ടൈംസ് പ്രസ് ചെയ്ത് എന്ത് കിട്ടും? 320 എന്ന് കിട്ടും അല്ലേ? 32 into 10 320 എന്ന് കിട്ടും. പിന്നെ 1ന്റെ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് 321 എന്ന് കിട്ടും. ഇനി ഈ 321 കിട്ടാൻ തന്നെ വേറെ ഏതെങ്കിലും മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? 100ന്റെ ബട്ടൺ പ്രസ് ചെയ്യാം അല്ലേ? 100ന്റെ ബട്ടൺ എത്ര ടൈം പ്രസ് ചെയ്യാം? 100ന്റെ ബട്ടൺ 321 ആണ്. അപ്പൊ 3 into 100 അപ്പൊ 300 എന്ന് കിട്ടും. അപ്പൊ 100ന്റെ ബട്ടൺ 3 ടൈംസ് പ്രസ് ചെയ്യാം. പിന്നെന്ത് ചെയ്യാം? 10ന്റെ ബട്ടൺ 2 ടൈംസ് പ്രസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. പിന്നെ 1ന്റെ ബട്ടൺ 1 ടൈം പ്രസ് ചെയ്യാം. അപ്പൊ 100ന്റെ ബട്ടൺ 3 ടൈംസ് പ്രസ് ചെയ്താൽ 300 കിട്ടും. 10ന്റെ ബട്ടൺ 2 ടൈംസ് പ്രസ് ചെയ്താൽ 20 എന്ന് കിട്ടും. 1ന്റെ ബട്ടൺ 1 ടൈം പ്രസ് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 321 എന്ന് കിട്ടും. പിന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാം. 100ന്റെ ബട്ടൺ 2 ടൈം പ്രസ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 2 into 100 200 എന്ന് കിട്ടും. പിന്നെ നമുക്ക് 10ന്റെ ബട്ടൺ 12 ടൈംസ് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് 120 എന്ന് കിട്ടും. ഇപ്പൊ എത്രയായി? 320 ആയി അല്ലേ? ഇനി 1ന്റെ ബട്ടൺ 1 ടൈം പ്രസ് ചെയ്താൽ 1 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താലും നമുക്ക് 321 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ ഡിഫറെന്റ് വേസ് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? 10ന്റെ ബട്ടൺ 32 ടൈംസ് പ്രസ് ചെയ്തിട്ട് 1ന്റെ ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ 100ന്റെ ബട്ടൺ 3 ടൈംസ് പ്രസ് ചെയ്യാം. 10ന്റെ ബട്ടൺ 2 ടൈം, 1ന്റെ ബട്ടൺ 1 ടൈം. അത്രയും പ്രസ് ചെയ്താലും നമുക്ക് 321 കിട്ടും. പിന്നെ 100ന്റെ ബട്ടൺ 2 ടൈംസ്, 10ന്റെ ബട്ടൺ 12 ടൈംസ്, 1ന്റെ ബട്ടൺ 1 ടൈം. അങ്ങനെ ചെയ്താലും നമുക്ക് 321 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്ററിൽ നമുക്ക് ഡിഫറെന്റ് വേസിൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്പേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നോക്കിയേ, two of the many different ways to get 5072 are shown below. അപ്പൊ ഇവിടെ നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. 5072 രണ്ട് വേയിൽ കിട്ടുന്നത് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ആദ്യത്തത് 50യുടെ 100 ടൈംസ്. അപ്പൊ എന്ത് വരും? 50 into 100 ടൈംസ്. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് 5000 എന്ന് കിട്ടി. പിന്നെ 10ന്റെ ബട്ടൺ 7 ടൈംസ്. അപ്പൊ എന്ത് കിട്ടി? 70 എന്ന് കിട്ടി. അടുത്തത് 1ന്റെ ബട്ടൺ 2 ടൈംസ്. അപ്പോ 2 എന്ന് കിട്ടി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 5072 എന്ന് കിട്ടി. ഇനി അടുത്ത വേറൊരു മെത്തേഡ് ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1000ന്റെ ബട്ടൺ 3 ടൈംസ്. 1000ന്റെ ബട്ടൺ 3 ടൈംസ്. അപ്പൊ എന്ത് കിട്ടും? 3000 കിട്ടും. പിന്നെ 100ന്റെ ബട്ടൺ 20 ടൈംസ്. 100ന്റെ ബട്ടൺ 20 ടൈംസ്. അപ്പൊ എന്ത് കിട്ടി? 2000. അടുത്തത് 1ന്റെ ബട്ടൺ 72 ടൈംസ്. അപ്പൊ എന്ത് കിട്ടും? 72. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താലും നമുക്ക് 5072 എന്ന് കിട്ടും. ഇനി നമ്മളോട് ഫൈൻഡ് ദ ഡിഫറെന്റ് വേ ടു ഗെറ്റ് 5072 ആൻഡ് റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ ഏതാ? ഇങ്ങനെ എഴുതാം. 50 into 100 പ്ലസ് 7 into 10 പ്ലസ് 2 into 1. അത് തന്നെയാണ് ഇതാ ഞാനിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതേപോലെ ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. 1000 ബട്ടൺ 2 ടൈംസ് പ്രസ് ചെയ്യാം. അപ്പൊ 2 into 1000. ഇപ്പൊ എത്രയായി? 2 into 1000 ചെയ്തപ്പോ 2000 ആയി.
പ്ലസ് ഇനി നമുക്ക് 100ന്റെ ബട്ടൺ ആണുള്ളത്. 100ന്റെ ബട്ടൺ നമുക്കൊരു 20,000 പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ 30,000 പ്രസ് ചെയ്യാം. അപ്പൊ 30 into 100. അപ്പൊ ഇത് എത്രയായി? 3000 പ്ലസ് ഇപ്പൊ മൊത്തം എത്രയായി? മൊത്തം നമുക്ക് 5000 ആയി. ഇനി നമുക്ക് 10ന്റെ ബട്ടൺ 7 times പ്രസ് ചെയ്യാം. ഇപ്പൊ എത്രയായി? 70 ആയി. ഇപ്പൊ നമുക്ക് മൊത്തം 5070 ആയി. ഇനി എന്ത് വേണം? 1ന്റെ ബട്ടൺ ഒരു 2 times കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്പർ കിട്ടും. ഇപ്പൊ നമുക്ക് മൊത്തം കൂടെ 5072 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് വേസിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് 5 into 1000 ചെയ്യാം. 5 into 1000 ചെയ്തപ്പോൾ നമുക്ക് 5000 കിട്ടി. ഇനി 10ന്റെ ബട്ടൺ നമുക്ക് ഒരു 5 times പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് 50 എന്ന് കിട്ടി. ഇപ്പൊ 5050 ആയി. ഇനി ഒരു 22 കൂടെ മതി അല്ലേ? 1ന്റെ ബട്ടൺ നമുക്ക് 22 times പ്രസ് ചെയ്യാം. ഇപ്പൊ എത്രയായി? 5000 പ്ലസ് 50 പ്ലസ് 22 is equal to 5072 എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഫിഗർ ഇറ്റ് ഔട്ടുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.